യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും, വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുമെന്നാണ്. എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ? അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ്. പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ്? 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മൾ അറിയണം. നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ധനാഭ്യർത്ഥനകൾ പാസാക്കിയ നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ്, നിയമം ലംഘിച്ചുകൊണ്ടാണ്, എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് ചെയ്തത്. നിയമസഭ പാസാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ, എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് കൂടാതെ പട്ടികവർഗ പദ്ധതിയിൽ, പട്ടികജാതിക്കാരുടെ പദ്ധതിയിലെല്ലാം വ്യാപകമായ വെട്ടിക്കുറവുകളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി 500 കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ? 24.24%. ഇന്ന് വരെയുള്ള എക്സ്പെൻഡിച്ചർ 500 കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ 24% മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത? നിരവധി കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. വിവിധ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 700 കോടി രൂപ സപ്ലൈകോയ്ക്ക് വെച്ചിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട്, കടമായിട്ട് കൊടുക്കാനുണ്ട്. അതായത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് 700 കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് 700 കോടിയാണ്. ആ കടം തീർത്താൽ പിന്നെ സപ്ലൈകോയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല, സപ്ലൈകോ പൂട്ടുന്ന സ്ഥിതിയിൽ വരും. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ്. കാരുണ്യ പദ്ധതി ഏകദേശം 1800 കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുള്ള തുക. അപ്പോൾ ആ കടം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു, കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു. ഏകദേശം ഒരു 50% വരും. വലിയ വെട്ടിക്കുറവുണ്ടായി. രണ്ടാമത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട്. വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിട്ടുണ്ട്. ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പെർഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്?